നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ വലിയ വാഹനം ഓടിച്ചു പോകുന്നവർ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നതെങ്കിൽ എന്തായാലും പണി കിട്ടും. കാരണം ഗൂഗിൾ മാപ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി മാപ്പ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് യാത്ര പോകുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്ര ഇന്ധനം വേണം എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് 3D വ്യൂ ഉണ്ട്. നിങ്ങൾ പോകുന്ന സ്ഥലത്തിൽ എവിടെയെങ്കിലും ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിച്ചു തരും. ഇനി നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. സ്ഥലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അതുമാത്രമല്ല ഒരുപാട് ഫെസിലിറ്റീസ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലൊക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കുമ്പോൾ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മാപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടേക്കാണ് യാത്ര പോകേണ്ടത് അതിവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാലിക്കറ്റ് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കാലിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാലിക്കറ്റിലേക്കുള്ള റൂട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഡയറക്ഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് യാത്ര പോകേണ്ട റൂട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ആണ് ഉള്ളത്, എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം, എല്ലാം കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കാറിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ബൈക്ക്, ട്രക്ക്, നടന്നിട്ടാണെങ്കിൽ, ട്രെയിനിലാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി വലിയ വാഹനങ്ങൾ, ബസ്, ട്രക്ക് പോലുള്ള വാഹനങ്ങളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ അതിൻ്റെ കിലോമീറ്ററും എത്ര മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേരുക എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ എത്ര ഡീസലാണ് നമുക്കിതിന് വേണ്ടി ചിലവാകുക അതും ഇവിടെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് 3D വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ മുകളിൽ ഈ ഒരു ഐക്കൺ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3D വ്യൂ എന്ന ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3D വ്യൂവിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ വിഷ്വൽ ട്രാഫിക് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചു തരും. ഓക്കെ, ഇനി സാറ്റലൈറ്റ് മോഡ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നോർമൽ മോഡിലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇതിൻ്റെ സൗണ്ട് കുറച്ചതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് സെലക്ട് ചെയ്യണം. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ മുകളിൽ തന്നെ ഒരു 3 ലൈൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സെറ്റ് ലാംഗ്വേജ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ മലയാളം ഇവിടെ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും വഴി പറഞ്ഞു തരിക. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, ഇനി അതിന് പുറമെ ഇവിടെ മുകളിൽ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ ഫാർമസിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ടും യാത്ര പുറപ്പെടാവുന്നതാണ്. ഓക്കെ, ഇനി എവിടേക്കെങ്കിലും നിങ്ങൾ യാത്ര പോകുമ്പോൾ ഈ ഒരു മാപ്പ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.